ഹായ്, സൈലം ലേണിംഗ് ആപ്പിൽ നിന്ന് LK ആണ്. 12 മണിയായി. നീറ്റ് എക്സാമിനേഷൻ നാളെയല്ല, ഇന്നാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. എന്നെ കേട്ടിരിക്കുന്നവരിൽ ഒരുപക്ഷെ ഇനിയും പഠിച്ചു തീർന്നിട്ടില്ല, കുറച്ചുകൂടെ പഠിച്ചു കളയാമെന്ന് വിചാരിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരുണ്ടായേക്കും. നാളെ എന്താവുമെന്നാലോചിച്ച് ഉറക്കം കിട്ടാത്തവരുമുണ്ടായിരിക്കും. ഈ രണ്ടു പേരും കേൾക്കാൻ വേണ്ടിയാണ് ഇനി പറയുന്നത്. നിങ്ങൾ ഇതുവരെ പഠിച്ചത് മാത്രം മതി നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് ഗംഭീരമായി എഴുതാൻ. ഒരു വലിയ പരീക്ഷ അഭിമുഖീകരിക്കുന്ന ഏത് വിദ്യാർത്ഥിയുടെയും മനോനില ഇപ്പോൾ നിങ്ങൾക്കുള്ള അതേ മനോനിലയായിരിക്കും. പ്രത്യേകിച്ച് ഈ രാത്രി കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് എന്നെ കേട്ടയുടൻ നിങ്ങൾ പോയി ഉറങ്ങണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ രാത്രി ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. നന്നായി ഉറങ്ങണം. നന്നായി ഉറങ്ങിയെങ്കിൽ മാത്രമേ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഗംഭീരമായി പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയൂ. ഒരുപാട് രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെടുത്തിയവരാണ് നിങ്ങൾ. ഞാൻ ഓക്കെയാണ്, ഞാൻ ഫിറ്റാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവും. ചിലപ്പോൾ അത് തോന്നലുകൾ മാത്രമായേക്കും. നിങ്ങളുടെ ഒന്നും കൺട്രോളിലാവില്ല നിങ്ങളുടെ ബോഡി. ഈ ദിവസങ്ങളിൽ അത്രയും നിങ്ങളെടുത്ത സ്ട്രെയിൻ മുഴുവനും നാളത്തെ പരീക്ഷാ ഹോളിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കും. നിങ്ങൾക്ക് വൊമിറ്റിംഗ് ഉണ്ടായേക്കാം, തലകറക്കമുണ്ടായേക്കാം, ക്ഷീണമുണ്ടായേക്കാം. നമ്മളുടെ കഷ്ടപ്പാട് മുഴുവനും വെറുതെയായി പോവാൻ അതുമാത്രം മതി. അതുകൊണ്ട് ദയവായി നിങ്ങൾ ആരും ഇന്ന് ഉറങ്ങാതിരിക്കരുത്. ഇപ്പം തന്നെ ഭംഗിയിൽ കിടന്നുറങ്ങണം. നാളെ രാവിലെ ഫ്രഷായി എഴുന്നേറ്റ് അല്പം എക്സസൈസൊക്കെ ചെയ്ത് കൂടുതൽ ഫ്രഷായി നാളത്തെ പരീക്ഷ നിങ്ങൾ ഗംഭീരമായി പോയി ഉറങ്ങണം. അതുകൊണ്ട് ഉറക്കം കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരായാലും, പഠിക്കണമെന്ന് വിചാരിച്ച് കുറേ കൂടെ ഉണർന്നിരുന്ന് കളയാം എന്ന് വിചാരിക്കുന്നവരായാലും രണ്ടുപേരും അപകടമാണ് ചെയ്യുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. സൈലം ലേണിംഗ് ആപ്പിന് നിങ്ങളെ ഓർത്ത് വലിയ വേവലാതിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ഈ രാത്രി 12 മണിയുടെ രാത്രിയാണ് സൈലത്തിൻ്റെ ഓഫീസിൽ ഞങ്ങളെല്ലാം ഉള്ളത്. ഈ രാത്രി ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. സോ നന്നായി കിടന്നുറങ്ങുക, ഭംഗിയിൽ നാളത്തെ പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.